അപ്പൊ നമ്മുടെ സ്വന്തമായി പെരേര യൂത്തുകാരുടെ സ്വന്തം അലൻ ജോസ് പെരേര ഈ പെയിന്റിങ്ങിനെ കുറിച്ച് ഒരു പാട്ടങ്ങ് തട്ടിവിടുക. നമ്മുടെ ഷാരി രാജൻ ഇത് കേട്ട് ഞെട്ടുന്നാണ് ഉറപ്പ്. പെയിന്റിങ് മാത്രം സുന്ദരിയായ ഒരു ഷാരിയെ കുറിച്ചും ആയിരിക്കും അല്ലെ? പാടൂ പെരേരെ. അതല്ല ഞാൻ എന്താ ചെയ്യണം ചേച്ചി പറയും. എന്റെ ചിത്രങ്ങളെ കുറിച്ച് പെരേര ഒരു പാട്ട് ചേച്ചിനെ അങ്ങോട്ട് കൊല്ല് അല്ലെ? അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. ചിത്രത്തെ പറ്റി എന്നെ പറ്റിയൊന്നും ചേച്ചിനെ പറ്റിയൊന്നും പറയും. ഉയർത്തി പറഞ്ഞു ചേച്ചി, ഉയർത്തി പറയും. കണ്ണിലുണ്ണിയാണ്. അതെ, മലയാളത്തിലെ ഇനി ജനിക്കാൻ പോകുന്ന ഒരു പുതിയ സൂപ്പർ സ്റ്റാർ എന്റെ പെയിന്റിങ്ങിന് എന്നെ മമ്മൂക്കാക്ക് ലാലേട്ടന് ശേഷം അല്ലെ? അഭിലാഷ് കേട്ടില്ല ചേച്ചി പറയും. അവൻ കേക്കണം, അതാണ്. മലയാളത്തിലേക്ക് ഇനി ജനിക്കാൻ പോകുന്ന ഒരു പുതിയ സൂപ്പർ സ്റ്റാർ അല്ലല്ല, ജനിക്കാൻ പോകുന്ന മമ്മൂക്ക ലാലേട്ടന് ശേഷം അല്ല, അവര് കഴിഞ്ഞിട്ടുള്ളതാ ഉള്ളൂ. അപ്പൊ ഇനി വരാൻ പോകുന്ന ഒരു സൂപ്പർ സ്റ്റാർ ആണ് ഈ ഇരിക്കുന്നത്. എന്തായാലും എന്റെ പേരുകളെ കുറിച്ച് എന്നെ കുറിച്ച് എന്തെങ്കിലും നല്ലത് പറയുന്നു പ്രതീക്ഷിക്കുന്നു. പറയുന്നല്ല, പാട്ടിലൂടെ. അപ്പൊ സൂപ്പർ സ്റ്റാർ ഒരു പാട്ട് പാടിക്കും. പാടിക്കോ, സൂപ്പർ സ്റ്റാർ പാട്. പെയിന്റിങ് ആണേലും വർക്കിന്റെ കാര്യത്തിലാണേലും ഷാരി എന്നൊന്നും സൂപ്പറാണല്ലോ. ഗായികമാരിൽ റിമി ടോമി കഴിഞ്ഞാൽ ആര് എന്ന ചോദ്യത്തിന് ഒരേ ഉത്തരം, അത് നമ്മുടെ സുന്ദരിയായ ഷാരി. അടിപൊളിയല്ലേ, ഗംഭീരമല്ലേ, ലുക്കിലാണേലും എല്ലാത്തിലും ഒരു സൂപ്പർ താരത്തിനെ പോലെ ആണ് ഷാരി, നമ്മുടെ ഷാരി. അനശ്വരേക്കാളും സുന്ദരിയല്ലേ നമ്മുടെ ഷാരി, അടിപൊളിയല്ലേ. പെയിന്റിങ് ആണേലും ബുദ്ധന്റെ പടത്തിന്റെ കാര്യത്തിൽ 500 രൂപയ്ക്കാണ് പാട്ടത്. 500 രൂപയ്ക്ക് പാടുന്ന പാട്ടല്ലേ? അതെ അതെ, നിങ്ങൾ പറഞ്ഞാൽ 500 കൊടുത്ത് 500 അല്ലെങ്കിൽ 1000 രൂപക്ക്. സപ്പോർട്ട് ചെയ്യുന്ന താങ്ക്സ്. ഒരു കൈ കൊടുത്തതിന്. ഓക്കെ എന്നാ, ബൈ ബൈ. താങ്ക് യു.